പണ്ട് മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ ഇവരൊക്കെ ഒരുമിച്ച് ഒരു പടം വരുന്നു എന്ന ന്യൂസ് വരുന്നു. നമ്മുടെ 2020 റിലീസ് ആയതിനു ശേഷമുള്ള ഒരു ടൈമാണ്. സോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു മൾട്ടി സ്റ്റാറർ ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഇതാരായിരിക്കും ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സംവിധായകന്റെ പേരും ഒരു ലിസ്റ്റായി തന്നെ പുറത്തു വന്നു. നായകന്മാരെ എണ്ണമിട്ട് പറഞ്ഞതുപോലെ തന്നെ സംവിധായകരും ഒരു കൂട്ടമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇതെല്ലാ കഥാപാത്രങ്ങളും ഒരൊറ്റ കഥയിൽ സഞ്ചരിക്കുന്നതല്ല, മറിച്ച് ഓരോരുത്തർക്കായി ഒരു സെഗ്മെന്റ് ഉണ്ടാവും. ആൻഡ് ഇതിന് ആന്തോളജി ഫിലിം എന്ന് വിളിക്കും. അക്കാലത്താണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എനിവേസ് കുഴപ്പമില്ല, കാരണം സംവിധായകരുടെ സ്ഥാനത്തുള്ള പേരുകൾ ഹൈലി പ്രോമിസിംഗ് ആണ്. ഷാജി കൈലാസ്, രഞ്ജിത്ത്, ബി ഉണ്ണികൃഷ്ണൻ, ലാൽ ജോസ്, അൻവർ റഷീദ്, അങ്ങനെ കുറെ കിടിലൻ ഡയറക്ടേഴ്സ്. സോ അങ്ങനെ വാനോളം പ്രതീക്ഷകൾ വെച്ച് ഞാൻ ഈ സിനിമ അന്ന് കണ്ടു. പക്ഷേ ഷോ തുടങ്ങി അധികം കഴിയുന്നതിന് മുൻപ് തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കുറെ സൂപ്പർ ആക്ടേഴ്സും സൂപ്പർ ഡയറക്ടേഴ്സും ഒരുമിക്കുന്ന പക്ക കമേഴ്സ്യൽ മോഡിലുള്ള ഒരു പടമേ അല്ല. ഈ പടത്തിന്റെ അല്ലെങ്കിൽ ഇതിൽ ഓരോ സെഗ്മെന്റിന്റെയും സ്വഭാവം തന്നെ വേറെയാണ്. അങ്ങനെ ഒടുക്കം പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ അത്യാവശ്യം ഡെപ്തുള്ള 10 വ്യത്യസ്ത കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ചിത്രം അന്ന് എനിക്ക് അത്ര ദഹിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം പല തവണ ഞാൻ ഈ ചിത്രം കണ്ടിട്ടുണ്ട്. ആൻഡ് ഓരോ തവണ കാണുമ്പോഴും പണ്ട് കഥാവിശേഷൻ എന്ന സിനിമയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെയാണ് പിന്നീട് ഈ സിനിമയ്ക്കും സംഭവിച്ചത്. ഓരോ സെഗ്മെന്റിലെ ഡെപ്തും സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാനായാൽ ഇതിൽ മിക്കതും മികച്ച ഷോർട്ട് സിനിമകൾ തന്നെയാണ്. ഇനി ഈ കൂട്ടത്തിൽ ഇപ്പോഴും ഞാൻ ഏറ്റവും ക്യാച്ചിയായി ഓർത്തിരിക്കുന്നത് ഇതിലൊരു ഫോറിനറുടെ സെഗ്മെന്റ് ഉണ്ട്. പൊതുവെ ഒരു വെള്ളക്കാരൻ ടൂറിസ്റ്റിനെ കണ്ടാൽ ടൂറിസം പ്രധാന വരുമാനമായുള്ള നാടുകളിലെ ആളുകൾക്ക് അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇവരതിന് വെച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ക്ലൈമാക്സ് ഉണ്ട്. ആൻഡ് കൃത്യമായി പറഞ്ഞാൽ ഒരു 10-16 വർഷങ്ങൾക്ക് മുൻപ് ലോകം മൊത്തത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളമായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു അത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെന്റ് ഏതെന്ന് കമന്റ് ചെയ്യുക.